മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിച്ചപ്പോഴും ഷാൻ വധക്കേസിൽ നീതി ലഭിച്ചില്ലെന്ന് കുടുംബം. BJP RSS പ്രവർത്തകർ പ്രതികളായ ഷാൻ വധക്കേസ് ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ഷാനിന്റെ പിതാവ് എച്ച് സലീം ആരോപിച്ചു. നീതി ലഭിക്കുന്നതുവരെ പോരാടുമെന്ന് ഭാര്യ ഫൻസിലയും പറഞ്ഞു. കേസ് അന്വേഷണം മുതൽ ഇങ്ങോട്ട് അവന്റെ കേസ് വരെ എന്തൊക്കെയോ സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുള്ളത് സത്യമാണ്. കേസ് ഇഴഞ്ഞഴഞ്ഞാ പോകുന്നത്. മറ്റത് നല്ല എല്ലാ കാര്യങ്ങളും സ്പീഡപ്പിലായി വിധി വരെ പറഞ്ഞ് എന്റെ മകന്റെ 13 പ്രതികളും ഇന്ന് പുറത്താ. അതിൽ നീതിയിൽ ഞങ്ങൾക്കൊരു വിശ്വാസക്കുറവൊന്നുമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നീതി ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നീതി ലഭിക്കണം. അപ്പം ഞങ്ങൾക്ക് നീതി കിട്ടണം. നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ അതിനു വേണ്ടി പോരാടും. ഷാൻ എങ്ങനെയാ കൊല്ലപ്പെട്ടെന്നുള്ളത് ഈ സമൂഹം മൊത്തം CC ക്യാമറയിലൂടെ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ലെവിൻ കെ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ലെവിൻ കെ വിജയൻ, ആദ്യം സംഭവിച്ചത് ഷാൻ വധമാണ്. അതിന് മറുപടി എന്ന നിലയിലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത്. മണിക്കൂറുകളുടെ ഇടവേളയിലാണ് രണ്ട് സംഭവങ്ങളും നടന്നത്. ഷാൻ വധക്കേസിൽ ഇപ്പോൾ അന്വേഷണവും വിചാരണയും ഒക്കെ ഇഴിഞ്ഞു നീങ്ങുകയാണോ? കുടുംബത്തിന്റെ പരാതി എന്താണ് ലെവിൻ? സുജയ, ഷാൻ വധക്കേസിൽ അന്വേഷണം പൂർത്തിയായി. വിചാരണ ഈ മാസം ഫെബ്രുവരി 2-ന് ആരംഭിക്കാനിരിക്കെയാണ് കേസിൽ അതിന് മുന്നോടിയായി അതിനുശേഷം ഷാൻ കൊലപാതകത്തിന് ശേഷം തൊട്ട് പിന്നാലെ മണിക്കൂറുകൾക്കകം നടന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിലെ വിചാരണയും വിധി പ്രഖ്യാപനവും പൂർത്തിയായതിന് പിന്നാലെ കുടുംബാംഗങ്ങൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് കേസിൽ ഇരട്ട നീതിയാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന തുല്യനീതി തങ്ങൾക്ക് കിട്ടിയോ എന്ന് ചർച്ച ചെയ്യേണ്ടത് പൊതുസമൂഹമാണ് എന്നുള്ള ഷാന്റെ പിതാവ് എച്ച് സലീം നമ്മളോട് പറഞ്ഞു. നീതി ലഭിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും ആഗ്രഹമാണ്. എല്ലാവർക്കും തുല്യനീതി ലഭിക്കണം. സാധുക്കളായതുകൊണ്ട് തങ്ങളുടെ കണ്ണീരിന് വിലയില്ലാതാവുന്നില്ല തുടങ്ങിയ ആരോപണങ്ങളും പരാതികളും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. ഷാന്റെ ഭാര്യ ഫൻസിലയും നമ്മളോട് ഇതേ നിലയിൽ തന്നെയാണ് കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിച്ചത്. ഷാന്റെ കൊലപാതകത്തിൽ തുടർന്ന് നഷ്ടമുണ്ടായത് തങ്ങൾക്കും കുടുംബത്തിനും മാത്രമാണ്. ഷാൻ കൊല്ലപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ രഞ്ജിത്ത് ശ്രീനിവാസനും കൊല്ലപ്പെടില്ലായിരുന്നു. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ തങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ബിൽക്കിസ് ബാനു കേസ് അതിന് ഉദാഹരണമാണ്. ഷാൻ കേസിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ട്. മകൻ നഷ്ടമായ പിതാവിന്റെയും ഭർത്താവ് നഷ്ടമായ ഭാര്യയുടെയും വേദനകളാണ് കുടുംബാംഗങ്ങൾ പങ്കുവെക്കുന്നത് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയത്. ഷാൻ കേസിൽ വിചാരണ ഈ മാസം ഫെബ്രുവരി 2-ന് മറ്റന്നാൾ 2-ന് വെള്ളിയാഴ്ച കേസിൽ ആരംഭിക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് കുടുംബാംഗങ്ങൾ പ്രതികരണം നടത്തിയത്. നേരത്തെ നിരവധി തവണയാണ് 3 തവണയാണ് പ്രോസിക്യൂട്ടർ കേസ് ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് ഷാൻ കേസിലെ വിചാരണ മാറ്റിവെക്കപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ SDPI അടക്കമുള്ള രാഷ്ട്രീയ സംഘടനകളും ഇരട്ട നീതിയാണ് ഇരട്ട കൊലപാതകങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. ഏതായാലും 2 വർഷത്തിന് ശേഷമാണ് കൊലപാതകം നടന്ന് അന്വേഷണം പൂർത്തിയാക്കി 2 വർഷത്തിന് ശേഷമാണ് കേസിൽ വിചാരണ ആരംഭിക്കാനിരിക്കുന്നത്. സുജയ. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.